കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം. അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായ്കയാൽ അവൻ ദിനവൃത്താന്തങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അത് രാജാവിനെ വായിച്ച് കേൾപ്പിച്ചു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായൊരു ചിന്തയിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ ആശ്രയിച്ച് തിരിക്കുന്നു. എസ്തേറിൻ്റെ പുസ്തകം നമുക്ക് അവർക്ക് പരിചിതമാണ്. പ്രധാനമായും മൂന്ന് വ്യക്തികളെ വരച്ചു കാണിക്കുന്ന ഒരു പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം. 1 പ്രാർത്ഥിക്കുന്ന മൊർദെഖായി, 2 എസ്തേർ എന്ന രാജ്ഞി, 3 യഹൂദ ജനത്തിനും മൊർദെഖായിക്കും വിരോധമായിട്ട് പിശാച് ലോകം എഴുന്നേൽപ്പിച്ച ഹാമാൻ എന്ന ദുഷ്ടമനുഷ്യൻ. ഈ 3 വ്യക്തികളെയും അതിനകത്ത് ദൈവജനത്തിന്, ഇല്ലെങ്കിൽ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിന് ദൈവം ഒരുക്കുന്ന വിടുതലുകളെയും കൂടെ പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, രാജാവിന് ഉറക്കം വരായ്കയാൽ അവൻ ദിനവൃത്താന്ത പുസ്തകങ്ങൾ കുറിച്ചു വെച്ചിരുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അപ്പോൾ അന്ന് രാജാവായിരുന്നു നമുക്ക് വ്യക്തമായിട്ട് എല്ലാവർക്കും പരിചിതമാണ്. സ്തോത്രം. അന്ന് ഇസ്രായേൽ ജനത്തെ, അല്ലെങ്കിൽ യഹൂദ ജനത്തെ അടിമകളായിട്ട് കൊണ്ടുപോയ ബാബേൽ പ്രവാസ കാലഘട്ടത്തിലൊക്കെ സംഭവിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ വായിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുന്ന അഹശ്വേരോശ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന അനുഗ്രഹീതമായ ചിന്തകളാണ്. അപ്പം ആ രാജാവിനൊന്നും ഉറക്കം വന്നില്ല. കാരണമെന്ത്? 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, യഹൂദനായ മൊർദെഖായിയും അപ്പോൾ തന്നെ യഹൂദ ജനത്തെ മുഴുവൻ തകർത്തു കളയുവാൻ തക്കവണ്ണം പദ്ധതി മെനയുകയും അതൊരു ക്രമീകരണത്തിലേക്ക്, അല്ലെങ്കിൽ കൺഫർമേഷനിലേക്ക് എത്തുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം യഹൂദ ജനത്തെ മുഴുവൻ നശിപ്പിച്ചതിന് ശേഷം ഒരു കഴുകുമരം ഉണ്ടാക്കി അതിനകത്ത് മൊർദെഖായി എന്ന പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ തൂക്കിക്കളയുവാൻ തക്കവണ്ണം അന്ന് രാത്രിയിൽ കഴുകുമരം ഉണ്ടാക്കുകയും അപ്പോൾ തന്നെ രാവിലെ ചെന്ന് രാജാവിനോട് അപേക്ഷിച്ച് ഇവനെ തൂക്കാൻ വേണ്ടിയുള്ള ക്രമീകരണത്തിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റെപ്പിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് രാജാവിൻ്റെ ഉറക്കത്തെ ദൈവം കെടുത്തിയത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിലൊരു ദൂത് ഞാൻ കൈമാറുകയാണ്. ദൈവജനമാകുന്ന നമ്മെ തകർക്കുവാൻ പിശാച്, ലോകം, മനുഷ്യൻ പദ്ധതി തയ്യാറാക്കുമ്പോൾ രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തി നമ്മെ ഉദ്ധരിപ്പാനുള്ള പദ്ധതി മറുഭാഗത്ത് ദൈവം തയ്യാറാക്കുമെന്ന് മറക്കരുത്. നിന്നെ ഒടുക്കുവാൻ ശത്രു ചിന്തിക്കുന്നതിന് മുൻപേ, നിന്നെ തകർക്കുവാൻ പിശാച് പരിശ്രമിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ കരുതലിനെ വെളിപ്പെടുത്താൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇവിടെ കഴുകുമരം മൊർദെഖായിക്ക് വിരോധമായി ഹാമാൻ ഉണ്ടാക്കുന്ന അതേ റൈറ്റ് ടൈമിൽ ദൈവം രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തുക മാത്രമല്ല, മൊർദെഖായിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച നന്മയുടെ കൺഫർമേഷനിലേക്കും ദൈവം കൊണ്ടുവരുന്നൊരു ഭാഗമാണ് നമുക്കവിടെ വായിപ്പാൻ തക്കവണ്ണം ഇടയാവുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ദൈവത്തെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നുകൊണ്ടും വിചാരപ്പെടുകയോ മനം കലങ്ങുകയോ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പ്രാർത്ഥനയോടെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വിടുതലുകളെ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകടിയിൽ മറച്ചാട്ട് മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.